നാം തുടർന്ന് ദൈവനെ കേൾക്കാൻ പോവുകയാണ്. നമുക്ക് പ്രാർത്ഥനയോടെ ദൈവസന്നിധിയിലായിരിക്കാം. കർത്താവിന്റെ ദാസൻ പാസ്റ്റർ നയൻ തോമസ് ദൈവവചനത്തിൽ നമ്മൾ സംസാരിക്കും. പ്രാർത്ഥനയോടെ തിരുവചനത്തിനായി കാതുകളെ കുറിപ്പിക്കാൻ ദൈവം നമ്മെ സഹായിക്കട്ടെ. 9-15 വരെയുള്ള സമയങ്ങൾ ദൈവദാസൻ ദൈവവചനത്തിൽ നമ്മൾ സംസാരിക്കും. അതിനുശേഷം പ്രാർത്ഥിച്ച് യോഗ പിരിവാൻ ആഗ്രഹിക്കുന്നു. പ്രാർത്ഥനയോടെ ദൈവസ്ഥലായിരിക്കാം. ദൈവവചന ഭാഷണത്തിനായി ദൈവത്തിന് ക്ഷണിക്കും. ഈ ദേശത്ത് കടന്നു വരുവാനും ഇപ്രകാരം ഒരു മിഷൻ ചലഞ്ചിൽ ദൈവത്തിൻ്റെ വചനവുമായിട്ട് ഇവിടെ നിൽപ്പാനും കർത്താവ് ഒരുക്കിയ വിലയേറിയ അവസരത്തിനായി സ്തോത്രം. ഇങ്ങനെ ഒരു മീറ്റിംഗ് ക്രമീകരിച്ച ഇവിടെയുള്ള ഇന്ത്യൻ പെന്തക്കോസ്ത് ദൈവസഭ UAPയുടെ എല്ലാ പ്രവർത്തകരോടും ഖത്തറിലുള്ള ഇന്ത്യൻ പെന്തക്കോസ്തിൻ്റെ പ്രവർത്തനങ്ങൾക്ക് നേതൃത്വം കൊടുക്കുന്ന എല്ലാ ദൈവദാസന്മാർക്കും സഭകൾക്കും മധ്യപ്രദേശിൽ നിന്നും വടക്കേ ഇന്ത്യയിൽ നിന്നുള്ള എന്നോടൊപ്പമുള്ള 100-ലധികം കുടുംബങ്ങളുടെ വന്ദനം ഈ സമയം അറിയിക്കുകയാണ്. ഈ ദിവസങ്ങളിൽ ഞാൻ തീർച്ചയായിട്ടും വിശ്വസിക്കുന്നു കർത്താവ് നമുക്ക് സുവിശേഷ വേലയെപ്പറ്റി നമ്മുടെ കാഴ്ചപ്പാടുകൾക്ക് അല്പം കൂടെ ഒരു വിസ്താരം വരുത്തും എന്ന് ഞാൻ പൂർണ്ണമായും വിശ്വസിക്കുന്നു. ഇവിടെയുള്ള ദൈവമക്കൾ ഭാരതത്തിലെ പ്രവർത്തനങ്ങൾക്ക് നൽകുന്ന എല്ലാ സംഭാവനകളും ദൈവം അറിയുന്നു. എന്നാൽ അതിനൊക്കെ അപ്പുറമായിട്ട് ഈ ദിവസങ്ങളിൽ കുറേയും കൂടി നമുക്ക് ഒരാവേശത്തോടെ പോകുവാൻ കർത്താവ് നമുക്ക് ഈ മീറ്റിങ്ങുകൾ ഇടയാക്കട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു. എന്നെ വളരെയധികം സ്ട്രൈക്ക് ചെയ്തിട്ടുള്ള ഒരു സ്റ്റേറ്റ്മെൻ്റ് ഉണ്ട്. അത് കീത്ത് ഹ്യൂസ് പറഞ്ഞാണ്, കത്തിച്ച് തീരാൻ ഒരു മെഴുകുതിരിയെ ബാക്കിയുള്ളെങ്കിൽ വെളിച്ചത്തിൽ മുങ്ങി നിൽക്കുന്ന ഒരു സ്ഥലത്തെന്നതിനേക്കാൾ അന്ധകാരത്തിൽ നിബിഡമായിരിക്കുന്ന ഒരു സ്ഥലത്ത് കത്തിക്കാനാണ് എനിക്കിഷ്ടം. കത്തിച്ച് തീരുവാൻ നമുക്ക് ഒത്തിരി മെഴുകുതിരികൾ നമ്മുടെ കയ്യിലില്ല. വളരെ നമ്മളിലുള്ള മെഴുകുതിരിക്ക് പോലും അധികം നീളവുമില്ല. അതുകൊണ്ട് കത്തിച്ച് തീരുവാൻ സമയം ഒട്ടും പോയിട്ടില്ല. അന്ധകാരത്തിൽ മുങ്ങി തപ്പുന്ന, ദിശ കാണാതെ പ്രകാശമില്ലാതെ അലയുന്ന ആയിരങ്ങൾക്ക് നമ്മുടെ ജീവിതം ഒരു മെഴുകുതിരിയായി തീരുവാൻ ഇടയാക്കട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു. ഈ ദിവസങ്ങളിൽ പ്രത്യേകിച്ച് ഇന്നത്തെ നമ്മുടെ ചിന്തയ്ക്ക് ആധാരമായിട്ട് നിങ്ങളുടെ ശ്രദ്ധ ഞാൻ അപ്പോസ്തലനായ പൗലോസ് തിമോഥെയോസിന് എഴുതിയ 2-ാം ലേഖനത്തിലേക്ക് നിങ്ങളുടെ ശ്രദ്ധയെ തിരിക്കാൻ ഞാൻ ആഗ്രഹിക്കുകയാണ്. അപ്പോസ്തലനായ പൗലോസ് തിമോഥെയോസിന് എഴുതുന്ന 2-ാമത്തെ ലേഖനം പൗലോസ് അപ്പോസ്തലന്റെ അവസാനത്തെ ലേഖനമാണ്. തിമോഥെയോസിനെ സംബന്ധിച്ചും അത് അവസാനത്തെ കത്താണ്. അവസാനത്തെ കത്ത് എഴുതുന്ന ഈ സമയത്ത് നമുക്ക് എല്ലാവർക്കും അറിയാം പൗലോസ് അപ്പോസ്തലൻ കാരാഗ്രഹത്തിലാണ്. 1-ാം അധ്യായത്തിന്റെ 8-ാം വാക്യത്തിൽ പറയുന്നുണ്ട്, ബന്ധനസ്ഥനായ ഞാൻ. 2-ാം അധ്യായത്തിന്റെ 9-ാം വാക്യത്തിൽ പറയുന്നുണ്ട്, ചങ്ങല ധരിച്ച് സ്ഥാനാപതി, ചങ്ങല ധരിച്ചിട്ട് കഷ്ടം അനുഭവിക്കുന്നു. ഈ കത്ത് എഴുതുമ്പോൾ ഒരു കൈ ചങ്ങലയിലും മറു കൈയിൽ പേനയും ഉണ്ടായിരുന്നു. തന്റെ മുമ്പിൽ ഒരു ഇന്നെവിറ്റബിൾ ആയിട്ടുള്ള, ഒരിക്കലും മാറ്റാൻ സാധിക്കാത്ത, ഒഴിവാക്കാൻ പറ്റാത്ത ഒരു മരണം മുമ്പിൽ കണ്ടുകൊണ്ട് പൗലോസ് കാരാഗ്രഹത്തിൽ കിടക്കുകയാണ്. ഈ ലേഖനം നമ്മൾ ഇരുത്തി വായിച്ചാൽ നമ്മുടെ കണ്ണുകളിൽ തീർച്ചയായിട്ടും കണ്ണീർ വരും. താൻ ഈ കത്ത് എഴുതുമ്പോൾ ഒരു വലിയ മനുഷ്യൻ, ഏഷ്യ മൈനറിൽ മുഴുവൻ, ആസിയയിൽ എല്ലായിടവും സുവിശേഷത്തിന് വേണ്ടി ഓടി അധ്വാനിച്ചൊരു മനുഷ്യൻ. എന്നാൽ ഈ കത്തെഴുതുന്ന സമയത്ത് തന്റെ ശുശ്രൂഷ, അതിന്റെ അവസാനം, അതിന്റെ ബാലൻസ് നോക്കുമ്പോൾ ഒരു ബിഗ് സീറോ ആയിട്ട് തോന്നുന്ന ഒരു അനുഭവം. ആസിയയിലുള്ളവരെല്ലാം തന്നെ ഇട്ടേച്ചു പോയി. ആസിയക്കാരെല്ലാവരും തന്റെ ചങ്ങലയെ പറ്റി ലജ്ജിക്കുന്നു. ഒഴിവാക്കാൻ മേലാത്തൊരു മരണം, ജയിലിലെ
എക്സ്ട്രീമായിട്ടുള്ള ലോൺലിനെസ്, ഏകാന്തതയും അതിശക്തമായി. 4-ാം അധ്യായത്തിൽ പൗലോസ് പറയുന്നുണ്ട്, എന്റെ കൂടെ ആരുമില്ല, ലൂക്കോസ് മാത്രമേ എന്നോടൊപ്പമുള്ളൂ. എല്ലാവരും തന്നെ ഇട്ടു പോയി, എല്ലാവരും പല കാരണങ്ങൾ കൊണ്ടുപോയി. പക്ഷേ പൗലോസിനെ ഏറ്റവും വേദനിപ്പിച്ച ഒരു ഇട്ടേച്ചു പോക്കലാണ് ദേമാസിന്റെ പോക്ക്. തിമോഥെയോസിനെ പോലെ തന്നെ താൻ വളർത്തിക്കൊണ്ടുവന്ന ഒരു ചെറുപ്പക്കാരനാണ്. തിമോഥെയോസിനെ പോലെ തന്നെ വളരെ പ്രതീക്ഷയോടുകൂടെ, പൗലോസിന് ഒത്തിരി പ്രതീക്ഷയായിരുന്നു ദേമാസിന്. ആ പ്രതീക്ഷയൊക്കെ നമുക്ക് കാണാൻ പറ്റും. പൗലോസ് എഴുതുന്ന ലേഖനങ്ങളിൽ ദേമാസും കൂടെയാണ് വന്ദനം ചൊല്ലുന്നത്. കൊലോസ്യർക്ക് എഴുതുന്ന ലേഖനത്തിലും ഫിലോമോൻ എഴുതുന്ന കത്തിലുമൊക്കെ ദേമാസും ലൂക്കോസും ദേമാസും നിങ്ങൾക്ക് വന്ദനം ചൊല്ലുന്നു. അതായത് പൗലോസിന്റെ ഒപ്പം കൂടി ഇരുന്ന് മറ്റുള്ളവരെക്കാൾ ശ്രേഷ്ഠരായിട്ട്, അല്ലെങ്കിൽ ഒപ്പത്തിൽ ഇരുന്ന് വന്ദനം ചൊല്ലുവാൻ വേണ്ടി ആ ഒരു ക്വാളിറ്റിയിലേക്ക് പ്രതീക്ഷയോടുകൂടെ വളർത്തിക്കൊണ്ടു വന്ന ഒരു ചെറുപ്പക്കാരൻ. പൗലോസ് പറയുകയാണ്, 4-ാം അധ്യായത്തിന്റെ അവസാന ഭാഗങ്ങളിൽ പൗലോസ് പറയുന്നുണ്ട്, ദേമാസ് ഈ ലോകത്തെ സ്നേഹിച്ച് എന്നെ വിട്ട് തെസ്സലോനിക്കയ്ക്ക് പോയി. ഒരു പരുവത്തിൽ ദേമാസ് നല്ല മനുഷ്യൻ. നല്ലത് പറയാൻ കാര്യം, നമ്മളെക്കാട്ടും ഒക്കെ നല്ലത്. നമുക്ക് ലോകത്തെ സ്നേഹിക്കാം, കർത്താവിനെ സ്നേഹിക്കാൻ ഒരു ബുദ്ധിമുട്ടുമില്ല. ദേമാസ് ലോകത്തെ സ്നേഹിക്കാൻ തുടങ്ങിയപ്പോൾ ഈ പണി നിർത്തി. ലോകത്തെ സ്നേഹിക്കാൻ തുടങ്ങിയപ്പോൾ പൗലോസിനെ വിട്ടു, ദൈവവേലയും വിട്ടു, താൻ തെസ്സലോനിക്കയിലേക്ക് പോയി. പൗലോസിന് വളരെ വേദന നൽകിയ ഒരു പോക്കാണ് ദേമാസിന്റെ പോക്ക്. ഞാൻ അതിലേക്ക് ഒത്തിരി സമയം ചെലവഴിക്കുവാൻ ആഗ്രഹിക്കുന്നത്. എന്റെ അറ്റൻഷൻ മുഴുവൻ തിമോഥെയോസിന് പൗലോസ് നൽകുന്ന 4 മിഷൻ ചലഞ്ചിനെ പറ്റി നിങ്ങളോട് പറയാൻ വേണ്ടിയാണ് ഞാൻ ശ്രമിക്കുന്നത്. എന്നാൽ അതിന്റെ ബാക്ക്ഗ്രൗണ്ട് മാത്രം പറഞ്ഞു വരുന്നേ ഉള്ളൂ. കാരാഗൃഹത്തിൽ കിടക്കുന്ന മനുഷ്യൻ മുമ്പോട്ട് നോക്കുമ്പോൾ ആസിയയിലുള്ള എല്ലാവരും ഇട്ടേച്ചു പോയി. വളർത്തിക്കൊണ്ടുവന്ന പൊട്ടൻഷ്യൽ ആയിട്ടുള്ള ചെറുപ്പക്കാരും ഇട്ടേച്ചു പോകുന്നു. അവർക്കാർക്ക് ഇയാൾ പറയുന്നത് മനസ്സിലാകുന്നില്ല. ഇയാൾ പറയുന്ന സുവിശേഷത്തിന് ചങ്ങലയുണ്ട്. ആ ചങ്ങലയെ പറ്റി അവരെല്ലാം ലജ്ജിക്കുകയാണ്. അവര് പറയുന്ന സുവിശേഷം മറ്റൊരു സുവിശേഷമാണ്. അത് ചങ്ങലയില്ലാത്തൊരു സുവിശേഷമായിരിക്കാം. അതിനെപ്പറ്റിയൊക്കെയാണ് അവർക്ക് ചിന്ത. അവരെല്ലാവരും തന്നെ ഇട്ടേച്ചു പോയി. പൗലോസ് തിമോഥെയോസിനോട് പറയുന്ന, ശീതകാലത്തിന് മുമ്പേ നീ വരാൻ ശ്രമിക്കണം. ഞാൻ ഓർക്കുകയാണ്, എന്തിനാണ് ഈ മനുഷ്യൻ ചാകാൻ പോവുകയല്ലേ? ഏതായാലും നീറോ അല്പസമയത്തിനുള്ളിൽ തന്റെ ഉടലും തന്റെ തലയും കൂടെ വേർതിരിക്കും. ചില നിമിഷങ്ങൾക്കകം ഞാനോ പാനീയാഗമായിട്ട് ഒഴിക്കപ്പെടുകയാണ്. ചാകുമെന്ന് നല്ല പ്രതീക്ഷയുണ്ട്. പിന്നെ എന്തിനാണ് പുതപ്പും കൊണ്ട് വരണമെന്ന് പറയുന്നത്? അന്നത്തെ കാലത്ത് ഇന്നത്തെ കാലത്തുമൊക്കെ ജയിലിൽ ഒത്തിരി പേര് തണുപ്പടിച്ച് മരിക്കാറുണ്ട്. എന്നാൽ പൗലോസിന് ഒരു തണുപ്പിന്റെ വിക്ടിമായിട്ട്, ശീതകാലത്തിന്റെ ഒരു വിക്ടിമായിട്ട് തീരാൻ പൗലോസിന് ആഗ്രഹമില്ലായിരുന്നു. പൗലോസിന്റെ മനസ്സിൽ താൻ ഇതെല്ലാം എഴുതിക്കൊണ്ടിരിക്കുമ്പോഴും ഇതൊക്കെ കണ്ടുകൊണ്ടിരിക്കുമ്പോഴും തന്റെ മനസ്സിൽ തന്റെ അകക്കണ്ണുകൊണ്ട് തന്റെ ഉള്ളുകൊണ്ട് താൻ ആഗ്രഹിച്ചുകൊണ്ടിരിക്കുന്നത്, ചില നിമിഷങ്ങളിലൂടെ കഴിയുമ്പോൾ ഒരു വാൾ എന്റെ തലയ്ക്ക് മീതെ വീഴും, അതെന്റെ ശരീരവും എന്റെ തലയും തമ്മിൽ വേർതിരിക്കും, അവിടെ ഒഴുകുന്ന ആ രക്തം എന്ന് പറയുന്നത് ഒരു പാനീയാഗമായി തീരും എന്നുള്ള വലിയൊരു കാഴ്ചപ്പാട് തനിക്കുണ്ടായിരുന്നു. തന്റെ ഒന്നാമത്തെ പ്രതിഭാഗത്തിൽ ആരും തുടങ്ങുന്നില്ല. എല്ലാവരും തന്നെ തള്ളിക്കളഞ്ഞു. എക്സ്ട്രീം ആയിട്ടുള്ള കോൾഡ്, ഏകാന്തത, മിച്ചം വെക്കാനൊന്നുമില്ല. പ്രതിവാദത്തിൽ തള്ളിപ്പോയി ഇങ്ങനെ കിടക്കുന്ന ഒരു മനുഷ്യൻ 4-ാം അധ്യായത്തിലേക്ക് വരുമ്പോൾ താൻ പറയുന്ന കാര്യം, ഞാൻ നല്ലപോലെ പൊരുതു, ഓട്ടം തികച്ചു. നാം വാക്യം തുടങ്ങിയിട്ട് കഴിഞ്ഞാൽ നമുക്ക് മുഴുവൻ അറിയാം. നല്ലപോലെ പൊരുതു, ഓട്ടം തികച്ചു, വിശ്വാസം കാത്തു. ഇനിയും നീതിയുടെ കിരീടം എനിക്കായി വെച്ചിരിക്കുന്നു. എനിക്ക് മാത്രമല്ല, അവന്റെ പ്രത്യക്ഷതയെങ്കിൽ